നമ്മുടെ ഹീറോയിന് ദൈവത്തിൻ്റെ അടുത്ത് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്ന അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് അവളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് ചെറുപ്പം മുതൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവളുടെ മാമൻ്റെ വീട്ടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ മാമനും ഒരു മോനുണ്ടായിരുന്നു. അവന് മാനസികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ബാർബി ഡോളിനെ അവൻ്റെ ഭാര്യയായിട്ട് വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവളു ആ ബാർബി ഡോൾ വാങ്ങിയിട്ട് അവനെ കണ്ട് പേടിച്ചുകൊണ്ട് തന്നെ പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ആ മാമനും ഇവൻ്റെ അടുത്ത് ഇവളാണ് നിന്റെ മുറപ്പെണ്ണ്, ഇവളെയാണ് നീ വലുതായി കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ അങ്ങ് പറയാണ്. അന്ന് തൊട്ട് ഇവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവക്ക് ഗൗതമിനെ ആയിരിക്കും ഇഷ്ടം. ഇവള് വേറെ ചെക്കന്മാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലും അവന് ഇഷ്ടമല്ല. അവരൊക്കെ ഇട്ട് ഇവൻ അടിക്കും. അങ്ങനെ വീട്ടിലുള്ളപ്പോൾ ഒരു സമാധാനം കൊടുക്കാതെ എപ്പോഴും ഇവളെ തെറ്റായിട്ടുള്ള രീതിക്ക് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇവൻ. അങ്ങനെ ഇപ്പോൾ കോളേജിൽ നിന്ന് ഗൗതം ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതും അവൾക്ക് ഉമ്മ വേണമെന്ന് പറയാണ്. അങ്ങനെ ഇവനും കൊടുക്കുകയാണ്. അങ്ങനെ ആ മാമനും എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ രാവിലെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയുടെ ആവശ്യത്തിന് പോവാണ്. അങ്ങനെ ഇവളും ഇന്ന് രാത്രി ഈ സൈഡ് കൂടെ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രാന്തൻ്റെ കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവൾ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരാണ്. കാരണം ഗൗതം ഇവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്ന ആ വീഡിയോ ഈ കാർത്തിക് വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവനും ഞാൻ അവനെ ഒരുപാട് തല്ലി, ഇനി നീ അവൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ അവനെ ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് ഇവളെ തന്നെ വരട്ടാണ്. അങ്ങനെ അവനും ഇനി നീ എന്നെ മാത്രം വേണം സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ എല്ലാം നീ വിളി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ റൂമിൻ്റെ ഉള്ളിൽ തള്ളുകയാണ്. അങ്ങനെ ഇവൻ രാവിലെ വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവളും രാവിലെ വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ രാവിലെ തന്നെ അവരുടെ മാമൻ വന്നതു അവനാണെങ്കിൽ താനല്ലേ ചെറുപ്പത്തിൽ ഇവളെ എനിക്ക് കെട്ടിച്ചരാന്ന് പറഞ്ഞത്, ഇപ്പോൾ അവൾക്ക് വേറൊരു ഇത്ര ഇഷ്ടമാണ്, മര്യാദയ്ക്ക് ഇവളെ എനിക്ക് തന്നെ കെട്ടിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ കൊന്നുകളയെന്ന് പറയാണ്. അങ്ങനെ ഇവളു ഞാൻ ഗൗതം എന്ന് പറയുന്ന ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഇവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ മാമനും ഇവൻ വല്ലാത്തൊരു പിടിവാശക്കാരനാണ്, നീ ഇവനെ തന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് കെഞ്ചുവാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് നെക്സ്റ്റ് പാർട്ടെന്ന് കമൻറ്റ് ചെയ്യുക.